അതേപോലെ ദഈഫായ ഹദീസുകളും ഇമാം അഹ്മദ് ചില ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ദഈഫായ ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് മറ്റു പണ്ഡിതന്മാർ ഹദീസുകളെ വേർതിരിച്ചതും ഇമാം അഹ്മദ് വേർതിരിച്ചതും രണ്ടും രണ്ട് അർത്ഥത്തിലാണ്. സാധാരണ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഹദീസുകളെ മൂന്നായി വേർതിരിക്കും: സ്വഹീഹ്, ഹസന്, ദഈഫ്. സ്വഹീഹ്, ഹസന്, ദഈഫ്. അപ്പൊ ദഈഫിനേക്കാൾ മീതെ എന്നാൽ സ്വഹീഹിലേക്ക് എത്താൻ വകുപ്പില്ലാത്തത് അതാണ് ഹസൻ. സ്വഹീഹ് ആകാൻ മാത്രം യോഗ്യതയില്ല, ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. എന്നാൽ ദഈഫ് ഒഴിവാക്കാൻ വകുപ്പുണ്ടോ? അതുമില്ല. അതിനിടയിലുള്ളതാണ് ഹസൻ. ആ ഹസൻ സ്വീകാര്യമാണ് എല്ലാവരുടെയും അഭിപ്രായപ്രകാരം. എല്ലാ പണ്ഡിതന്മാരുടെയും വീക്ഷണപ്രകാരം ഹസനായ ഹദീസാണെങ്കിൽ അത് അമൽ ചെയ്യാൻ യോഗ്യമായതാണ്. ഇമാം അഹ്മദിന്റെ വീക്ഷണത്തിൽ ഹസൻ എന്ന ഒരു വിഭജനമില്ല. ഇമാം അഹ്മദ് സ്വഹീഹ്, ദഈഫ് എന്ന രണ്ട് വിഭജനമേ ഉള്ളൂ. എന്നാൽ ദഈഫ് അദ്ദേഹം വ്യത്യസ്ത ഇനമായി തിരിച്ചു. അപ്പം മറ്റു പണ്ഡിതന്മാർ ഹസൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇമാം അഹ്മദിന്റെ വീക്ഷണത്തിൽ ദഈഫായിരിക്കും. അപ്പൊ ദഈഫായ ഹദീസ് അമൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഇമാം അഹ്മദിന് അഭിപ്രായമുണ്ടല്ലോ എന്ന് ചില തബ്ലീഗികളൊക്കെ പറയലുണ്ട്. അത് ഈ നിലക്കല്ല, അത് രണ്ടും രണ്ടാണ്. ഇമാം അഹ്മദ് പറഞ്ഞത് ഈ വിഷയമേ അല്ല. ഇവിടെ ദഈഫ ഹദീസ് എല്ലാം എടുക്കാൻ വേണ്ടിയുള്ള ഒരു പഴുതായിക്കൊണ്ടാണ് പലപ്പോഴും അത് കൊണ്ടുവരുന്നത്. ഇമാം അഹ്മദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇമാം അഹ്മദ് പറഞ്ഞ ഫിഖ്ഹി മസ്അലകളിൽ ഒരു വിഷയത്തിൽ ഖുർആനില്ല, സ്വഹീഹായ ഹദീസില്ല, സ്വഹാബത്തിന്റെ ഫത്വയും കിട്ടാനില്ല, ആകെയുള്ളത് ദഈഫ് ഹദീസാണ് അല്ലെങ്കിൽ മുർസലായ ഹദീസാണ് എങ്കിൽ ചില നിബന്ധനയോടുകൂടി അതിനെ സ്വീകരിക്കാം. എല്ലാം സ്വീകരിക്കാൻ പറ്റും, ചില നിബന്ധനയുണ്ട്. ഒന്ന്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരിൽ ഒരാളും കളവ് പറയുന്ന ആളാണ് എന്ന് സ്ഥിരപ്പെട്ട ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ആൾ ഉദ്ധരിച്ചതാണ് എങ്കിൽ അത് പിന്നെ എടുക്കൂല. കളവ് പറയുന്നുവെന്ന് സംശയിക്കപ്പെട്ട ആളുണ്ടാകാൻ പാടില്ല. കളവ് പറഞ്ഞത് സ്ഥിരപ്പെട്ട ആളുണ്ടാകാൻ പാടില്ല. അയാൾ കളവ് പറയുന്ന ആളാണ് എന്ന് സംശയമുണ്ട് എന്നാലും പറ്റൂല. ശക്തമായ ദുർബലത ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നുമില്ലാത്ത ഒരാളുടെ ഒരു ഓർമ്മശക്തി ചില പ്രശ്നമുണ്ട്. ഒരു റിപ്പോർട്ടർക്ക് ആകെയുള്ള പ്രശ്നം ഈ ഹദീസ് ഉദ്ധരിച്ചു വന്നപ്പോൾ ആകെയുള്ളത് അതിൻ്റെ പരമ്പരയിൽ വന്ന ഒരാൾക്ക് ഓർമ്മശക്തി കുറച്ച് കുറവുണ്ട്. ആൾ വിശ്വസ്തനാണ്, സ്വീകാരനാണ്, എല്ലാ നിലക്കും അദ്ദേഹം അംഗീകരിക്കപ്പെട്ട ആളാണ്. പക്ഷെ ചിലപ്പോൾ അവസാന കാലത്ത് പ്രായമായപ്പോൾ ചിലപ്പോൾ ഓർമ്മശക്തി കുറഞ്ഞു, ചില അസുഖം വന്ന് ഓർമ്മശക്തി പോയി, കണ്ണിൻ്റെ കാഴ്ച പോയി, അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് തന്റെ കിതാബിലേക്ക് മടങ്ങാൻ പറ്റാതെ പോയി. അങ്ങനെയൊക്കെയുള്ള പല പണ്ഡിതന്മാരുമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രത്യേക സമയമായപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പിന്നെ എഴുതിയൊന്നും വായിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അല്ലെങ്കിൽ ചില അസുഖങ്ങൾ ബാധിച്ചു, അതിൻ്റെ ഭാഗമായി പിന്നെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ വിശ്വസ്തരാണ്, സ്വീകാരന്മാരാണ്. പക്ഷെ ഓർമ്മശക്തി പോയതോടുകൂടി ഇനി അവർ പറയുന്നത് അവർക്ക് ഒരു പക്ഷെ അബദ്ധം പറ്റാമല്ലോ. ഒരു പഴയ ഓർമ്മയ്ക്ക് പറയും. ഇപ്പം ഇമാം ഹാക്കിമൊക്കെ അത് അറിയപ്പെട്ടവരാണ്. ഇമാം ഹാക്കിം റഹിമഹുല്ല അദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിന് മെമ്മറി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ഹാക്കിം ഒരു ഹദീസിനെ പറ്റി സ്വഹീഹ് എന്ന് പറഞ്ഞാൽ പോലും ഇമാം ഹാക്കിം ഇതിന് മുമ്പ് പറഞ്ഞതാണോ ശേഷം പറഞ്ഞതാണോ എന്നുകൂടി ഉറപ്പ് വരുത്തണം എന്നാണ്. ആദ്യകാലത്ത് പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അംഗീകരിക്കാം. അത് അറിയില്ല എങ്കിൽ അത് അവിടെ തൽക്കാലം ആ വാക്കുകൊണ്ട് മാത്രം സ്വഹീഹ് തീരുമാനിക്കൂല. വേറെ ആരെങ്കിലും ഒരാളിൻ്റെ കൂടെ സ്വഹീഹ് എന്ന് പറഞ്ഞെങ്കിലും ഇമാം മദ്ഹബിയെ പോലുള്ള ആളുകൾക്ക് ഇമാം ഹാക്കിമിന്റെ കിതാബ് പിന്നീട് പഠനവിധേയമാക്കി. അപ്പോൾ അതിൽ അവരും കൂടെ അത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുവെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. കാരണം ഇമാം ഹാക്കിം ഒരു ഭാഗത്ത് ദഈഫ് എന്ന് പറഞ്ഞ ഹദീസ് അദ്ദേഹം തന്നെ മറുഭാഗത്ത് സ്വഹീഹ് പറഞ്ഞിട്ടുണ്ട്. അത് കൽപ്പിച്ചുകൂട്ടി പറഞ്ഞതല്ല, ഈ ഒരു മെമ്മറി വന്ന പ്രശ്നം കൊണ്ട് സംഭവിച്ചു പോയ അബദ്ധമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ വന്ന ദഈഫ് ആണെങ്കിൽ ആ ദഈഫ് എടുക്കാം. എവിടെ? ഖുർആനോ ഹദീസോ സ്വഹാബത്തിന്റെ ഫത്വയോ ഒന്നുമില്ലാത്തൊരു വിഷയത്തിൽ ഫിഖിയായ ഹുക്മ പറയാൻ വേണ്ടി മാത്രം. അതല്ലാതെ ഒരു അമൽ ചെയ്യാൻ അത് സ്വീകരിക്കാം എന്നുള്ളതല്ല. ഇവിടെ ഫലായിൽ അഅ്മാലിന് അത് സ്വീകരിക്കാം എന്നാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്നത്. എന്നിട്ട് സ്ഥാപിക്കുന്നത് ഫലായിലല്ല, ഹുക്മാണ്. ഫലായിലിന് സ്വീകരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ഇമാം നവവിയെ പോലുള്ള ആളുകൾക്ക് അഭിപ്രായമുണ്ട്, ശൈഖുൽ ഇസ്ലാമിന് അടക്കം ചില രംഗത്ത് അഭിപ്രായമുണ്ട്. പക്ഷേ അത് സ്ഥിരപ്പെട്ട അമലിന്റെ ഫള് പറയാനാണ്. അമൽ സ്ഥിരപ്പെടണം. ഉദാഹരണം തിങ്കളാഴ്ച നോമ്പ് സുന്നത്താന്നുള്ളത് സ്വഹീഹ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് നോറ്റാൽ ഇത്ര കൂലി കിട്ടും എന്ന് പറയുന്ന ഒരു ഹദീസിൽ ഈ പറയപ്പെട്ട ചില പോരായ്മ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ആ നോമ്പ് നോക്കാൻ പ്രചോദനം കിട്ടാൻ വേണ്ടി
അത് ഉദ്ധരിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ നോമ്പ് സ്വഹീ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ സ്ഥിരപ്പെട്ട പ്രമാണം കൊണ്ട് കിട്ടിയ ഒരു അമല്, അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അത് പറയുന്ന ഒരു റിപ്പോർട്ടിൽ ഈ പറയപ്പെട്ട ചെറിയ ചെറിയ ന്യൂനതയുണ്ടെങ്കിലും അത് സ്വീകരിക്കാം. എന്തിന്? തർഗീബ് വ തർഹീബ്, ജനങ്ങൾക്ക് അമൽ ചെയ്യാൻ പ്രചോദനമുണ്ടാക്കാൻ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, അവരെ ജാഗ്രത പാലിപ്പിക്കാൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കാം എന്നേ പറഞ്ഞവർ പോലും പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാവരും പറഞ്ഞൊന്നല്ല, ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതും ഇങ്ങനെ ഈ വിഷയത്തിൽ മാത്രം. പക്ഷെ അതിൻ്റെ മറവിൽ ഇല്ലാത്ത അമൽ സ്ഥാപിക്കാൻ പലപ്പോഴും ദഈഫും മൗദൂഉം ഒക്കെ കൊണ്ടുവരപ്പെടുന്നുവെങ്കിൽ അത് ഒരിക്കലും സ്വീകാര്യമല്ല. അപ്പൊ ഇമാം അഹമ്മദ് അതേ കൂട്ടിപ്പിടിക്കാൻ പറ്റൂല. ഇമാം അഹമ്മദ് അഭിപ്രായമില്ല ദഈഫ് എടുക്കാമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് എന്താണ്, എന്ത് കള്ളക്കഥയും പറയാൻ ഇമാം അഹമ്മദ് ലൈസൻസ് കൊടുത്തതാണ്. അതില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ഇമാം അഹമ്മദ് അത് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയും അദ്ദേഹം ദഈഫ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ ദഈഫ് ആയിക്കൊള്ളണം എന്നില്ല. ഹസനായ റിപ്പോർട്ടുകളും ഇമാം അഹമ്മദിന്റെ വീക്ഷണത്തിൽ ദഈഫ് എന്നാണ് പേര് പറയുക. പിന്നെ ദഈഫ് അദ്ദേഹം വിഭജിക്കും. ശക്തമായ ദോഴ്ഫുള്ളത്, അത്ര തന്നെ ദുർബലതയില്ലാത്തത്, പരിഹരിക്കപ്പെട്ട ദുർബലതയുള്ളത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ വേർതിരിക്കും.